ടുഡേ സ്പെഷ്യൽ പിതുക്ക് പരിപ്പ് കറിയാണ് കേട്ടോ. പിതുക്ക് പരിപ്പ് പറഞ്ഞാൽ കേരളത്തിലൊരു കറിയില്ല, കർണാടക തമിഴ്നാട് കറിയും മൊച്ചയ്ക്കാന്ന് പറയും. മൊച്ചയ്ക്ക് പിതുക്കിയിട്ട് വെച്ചിട്ടുള്ള കൂട്ടാനാണ്. ഉരുളൻ കിഴങ്ങിട്ട് പച്ചമസാല തേങ്ങ കരച്ചിട്ട് വളരെ ടേസ്റ്റാണ്. പിതുക്ക് പരിപ്പ് ചിക്കൻ ഇട്ടിട്ട് മട്ടൺ ഇട്ടിട്ട് ചെയ്യാം. ഇന്ന് ഞാൻ വെജാണ് ഇത് കേട്ടോ, പക്ഷേ ചിക്കന് ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് എന്താണെന്നറിയോ? പിതുക്ക് പരിപ്പ് പറഞ്ഞാൽ അമരക്കാരി മരുന്ന് അത് നമ്മൾ വെള്ളത്തിലിട്ട് തിരിച്ച് കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യണം? വാട്ടണം, എണ്ണ ഒഴിച്ച് വാട്ടണം. വാട്ടിയതിന് ശേഷം ഞങ്ങൾ വാട്ടിയത് കാണിച്ചു തരാം. ഇതാണ് വാട്ടിയത്, ഇതാണ് പിതുക്കരിപ്പ് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ആദ്യം മൊച്ചയ്ക്ക് വേവിച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം അത് പിതുക്കിയിട്ട് ഇങ്ങനെ എടുക്കും. ഇതല്ല ആദ്യം എടുത്തേ പിതുക്കിയിട്ട് എടുക്കും. പിതുക്കിയിട്ട് അതിന് ശേഷം എനിക്ക് മസാല എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പച്ചമസാല ഇല്ല. പച്ചമസാല പറഞ്ഞാൽ കൊത്തമല്ലി, പച്ചമുളക്, നല്ല സാധനങ്ങളൊക്കെ കൂടിയിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം. പച്ചമുളക്, തക്കാളി, കൊത്തമല്ലി, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, തക്കാളി, പട്ട, ലവംഗ്, കുരുമുളക് എല്ലാം വാട്ടണം. നന്നായി വാട്ടിയിട്ട് 2 പീസ് തേങ്ങയും കൂടി വാട്ടി നൈസായിട്ട് അരച്ചെടുക്കും. അരച്ചെടുത്തതിന് ശേഷം ഈ മൊച്ചയ്ക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് വാട്ടിയിട്ട് മൊച്ചയ്ക്ക് പച്ച സ്മെല്ലുണ്ടാവും. പോയതിന് ശേഷം ആ മസാല അടിച്ച് വെച്ചു. മസാല അടിച്ചതിന് ശേഷം ഒരു ഉരുളക്കിഴങ്ങും ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. സൂപ്പർ ടേസ്റ്റാണ് മൊച്ചയ്ക്ക് കറിയിട്ട്. എല്ലാവരും ചെയ്ത് നോക്കണം വീട്ടിലേ. മൊച്ചയ്ക്ക് ചിക്കൻ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്, മൊച്ചയ്ക്ക് വെജ് ചെയ്യുന്നുണ്ട്. എൻ്റെ കറി സുമേച്ചി ഈ ചിക്കൻ കഴിക്കില്ല, അപ്പോൾ സുമേച്ചിക്ക് ചെയ്താണ് വെജ്. ഇനിയിപ്പോൾ ചിക്കൻ ഇട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും കാണാം. വളരെ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് മൊച്ചയ്ക്ക കറി. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ? ദോശ, ചപ്പാത്തി, ചോറ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. വളരെ ടേസ്റ്റുള്ള കറിയാണ്. നീനുട്ടിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കറിയാണ്. വേട്ടനും നീനുമോൾക്ക് ഒത്തിരി ഇഷ്ടം മൊച്ചയ്ക്ക കറി കഴിക്കാനാണ് കേട്ടോ. മൊച്ചയ്ക്ക വാട്ടി ഞാൻ പറഞ്ഞ മസാല ഇല്ല, അതേമാതിരി എല്ലാ മസാലയും അതേ തന്നെ, ഡിഫറെൻ്റ് ഒന്നുമില്ല. ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കൊത്തമല്ലി, തക്കാളി, തേങ്ങ, പട്ട, ലവംഗ്, ഏലക്കായ എല്ലാം എടുത്തിട്ട് നമ്മൾ നൈസായിട്ട് അരച്ചു. അതിന് ശേഷം മൊച്ചയ്ക്ക് വാട്ടിയിലേക്ക് അതിട്ടു, മസാല അരച്ചിട്ട്. അതിന് ശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അതിന് ശേഷം ഇത് വാടി ഉണ്ടാക്കി കേട്ടോ. ഇതിരിക്കുമ്പോൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ മൊച്ചയ്ക്ക് കറി. ഓക്കെ.